കൃഷ്ണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രാഘവൻ നായരെയാണെങ്കിൽ പൊന്നി അകത്തേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അന്നേരം പോയി കിടക്കാമെന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോവുകയാണ്. അന്നേരം ഭാമ അത് മുഴുവനും കഴിക്കണം കേട്ടോ, നല്ല രുചിയാണ്, മുഴുവനും കഴിക്കണമെന്നൊക്കെ ബിരിയാണി നോക്കി ഇങ്ങനെ രാഘവൻ നായർ ഭാമയോട് പറയുന്നുണ്ട്. അതിനുശേഷം ശാലിനി ആണെങ്കിൽ സത്യഭാമയോട് പറയുകയാണ്, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല സത്യമേ, ശിവൻ്റെ ആവശ്യത്തിന് പോയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവൻ്റെ ആവശ്യത്തിന് പോകാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ ജോലിക്ക് നിർത്തിയത്? ഇവിടെ നിർത്തുമ്പോൾ പിന്നെ ഇവിടുത്തെ കാര്യമല്ലേ ചെയ്യേണ്ടത്? ഇത് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് ശിവനാണെങ്കിൽ കാറിൽ എത്തുന്നുണ്ട്. ജീപ്പിലാണ് പോയതെങ്കിലും കാറിലാണ് തിരികെ വരുന്ന കാണിക്കുന്നത്. അന്നേരം എന്താ എത്തിയല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിള്ളയും കൂടെ ഉണ്ട്. പിള്ള ഓടി വന്നിട്ട് സത്യമേ രാഘവൻ സാറ് എന്നിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല, സഹോദരനെ പോലെ കൂടെ കൊണ്ട് നടന്നതല്ലേ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാൻ ബില്ലടയ്ക്കാൻ പോയ നേരത്ത് കാണാനില്ലായിരുന്നു, ഞാനത് ശാലിനി കുഞ്ഞ് വിളിച്ചപ്പോൾ പറയുകയും ചെയ്തു എന്ന് പറയുകയാണ്. അന്നേരം ആണെങ്കിൽ സമാധാനമായല്ലോ, ഞാൻ അച്ഛനെ അന്വേഷിച്ച് ചെന്നപ്പോൾ പിന്നെ അച്ഛനാണെങ്കിൽ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് കാശ് കൊടുക്കാനില്ലാത്തത് കൊണ്ട് അവിടുത്തെ മേശ തുടക്കിയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ ശിവൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഒരൊറ്റ വീഴ്ച കൊണ്ട് സംഭവിച്ചതാണ്, ഇവിടെ ജോലിക്ക് നിർത്തുമ്പോൾ ഇവിടുത്തെ ജോലികൾ ചെയ്യണം, അല്ലാതെ സ്വന്തം ആവശ്യം നോക്കി പോവുകയല്ല വേണ്ടത് എന്നിങ്ങനെ പറഞ്ഞ് ശാലിനി ശിവനോട് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോൾ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നിൻ്റെ ആവശ്യത്തിനായിരുന്നെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കുന്ന കാര്യം ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം ഭാമ പറയുന്നുണ്ട്, ആലോചിക്കാൻ ഒന്നുമില്ല, ശിവന് താക്കോല് തന്നിട്ട് തിരിച്ചു പോകാമെന്ന് പറയുന്നുണ്ട്. പിന്നെ കാശ് കൊടുക്കാനില്ലാത്തത് കൊണ്ട് അച്ഛനെ ആളുകൾ തിന്നിട്ട് പോയ എച്ചിൽ മേശയുണ്ടല്ലോ അത് തുടപ്പിച്ചു, പിന്നെ ചൂടുവെള്ളം കയ്യിലേക്ക് കോരി ഒഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ ശിവനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ശിവനും പിള്ളയ്ക്കും ആകെ വിഷമമൊക്കെ ആവുന്നുണ്ട്. തുടർന്ന് താക്കോല് തന്നിട്ട് ശിവന് പോകാമെന്ന് പറയുമ്പോൾ പിന്നെ അവിചാരിതമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. അന്നേരം അവിചാരിതമായിട്ടല്ലോ നിന്നെ എവിടെ ജോലിക്ക് എടുത്തതും എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. അന്നേരം എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് സംഭവിച്ചത്, അവിചാരിതമായിട്ടാണെങ്കിലും അതിന് ശിക്ഷ ഏറ്റുവാങ്ങാനായിട്ട് ഞാൻ തയ്യാറാണ്, അതിനിവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനാണെങ്കിൽ അതിന് ഞാൻ തയ്യാറ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് വിഷമത്തോടെ തന്നെയാണ് ശിവനാണെങ്കിൽ ആ താക്കോല് സത്യഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ശാലിനി ഇങ്ങനെ നോക്കുന്നുണ്ട്. ശാലിനി പക്ഷേ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് ശിവൻ അവിടെ നിന്ന് അങ്ങോട്ട് പടി ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇറങ്ങുന്ന ആ ഒരു ടൈം ഇറങ്ങി അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വണ്ടി കഴിഞ്ഞ് അങ്ങോട്ട് നടന്നു പോകുന്ന ആ ഒരു സമയത്ത് തന്നെ വിഷ്ണുവിൻ്റെ ഫോട്ടോ അവിടെ നിലത്ത് വീണ് ഉടയുകയാണ്. അന്നേരം ആ ശബ്ദം കേട്ടിട്ടുണ്ട്. എന്താ അത് എന്ന് പറഞ്ഞുകൊണ്ട് ഭാമ അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നാലെ ആണെങ്കിൽ ശിവൻ ഇങ്ങനെ പോകുന്നു നോക്കിയിട്ട് ശാലിനി അകത്തേക്ക് പോവുകയാണ്. റൂമിലേക്ക് ചെല്ലുമ്പോൾ വിഷ്ണുവിൻ്റെ ആ ഫോട്ടോ ഇങ്ങനെ നിലത്ത് വീണ് ചെല്ലുടഞ്ഞ് കിടക്കുകയാണ്. അന്നേരം ഇത് വീണ്ടും വീണ് പൊട്ടിയോ, എൻ്റെ മകൻ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ഭാമ അതൊക്കെ ഇങ്ങനെ പെറുക്കിയെടുക്കുകയാണ്. അന്നേരം ശാലിനി ആണെങ്കിൽ ഇങ്ങനെ ആകെ വിഷമത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതേസമയം നിർമ്മല ആണെങ്കിൽ അവിടെ മഹേന്ദ്രനുടെ പിന്നെ ചന്ദ്രയുമൊക്കെ വരുന്നത് കാത്തു നിൽക്കുന്നുണ്ട്. രാത്രി സമയമാണ്. അന്നേരം കാറിൽ മഹേന്ദ്രനാണെങ്കിൽ ചന്ദ്രയും കൂട്ടിക്കൊണ്ട് എത്തുന്നുണ്ട്. അന്നേരം എൻ്റെ മോളിങ്ങ് തിരിച്ചെത്തിയല്ലോ, എൻ്റെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായിട്ടാണ് എത്തിയതെന്ന് പറയുമ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, ആഹാ, അപ്പോൾ ഇത്രയും നേരം ഞാൻ കിടന്ന് ഓടിയത് വെറുതെ ആയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ചുമ്മാതെയല്ല കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്, ഇവള് ഇഷ്ടപ്പെട്ട പ്രകാശിനെ കൊണ്ട് തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ഉറപ്പിച്ചിട്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്തായാലും സന്തോഷമായി എന്നും പറഞ്ഞ് നിർമ്മലയിൽ നിന്നിട്ട് നിൽക്കുകയാണ്. പ്രകാശിന് ആകെ സന്തോഷത്തിലാണ് പോയിരിക്കുന്നത് അമ്മയെന്നൊക്കെ ചന്ദ്രയും പറയുന്നുണ്ട്. അന്നേരം ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതിയോ, അകത്തേക്ക് വന്നാട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അരങ്ങത്ത് വീട്ടുകാരോട് എന്ത് പറയും ചോദിക്കുമ്പോൾ വേറെ പെണ്ണ് അന്വേഷിക്കാൻ പറയാമെന്നിങ്ങനെ മഹേന്ദ്രൻ പറയുന്നുണ്ട്. എന്നിട്ട് സെറ്റിയിലേക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോഴാണ് മഹേന്ദ്രൻ ശരിക്കും ഒരു അച്ഛനായതെന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ ഞാൻ ഇത്രയും നാളും ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനായിരുന്നു എന്നിങ്ങനെ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെയല്ല, മക്കളുടെ ഇഷ്ടപ്രകാരം പെരുമാറാനായിട്ട് തുടങ്ങിയല്ലോ, അത് തന്നെയെന്ന് പറയുന്നുണ്ട്. അന്നേരം ഇനി അധികം സമയമില്ല, അടുത്ത ആഴ്ചയാണ് കല്യാണം, പിന്നെ ഞാൻ ആഡിറ്റോറിയം കാര്യമൊക്കെ ഒന്ന് വിളിക്കട്ടെ, അറിയിക്കേണ്ടവരെയൊക്കെ ഒന്ന് ലെറ്റർ വേറെ അടിക്കണം, നിശ്ചയിച്ച പ്രകാരം ചെറിയ മാറ്റം, വരനും വേറെ ആളാണ് എന്ന്, അത് അത്രയേ ഉള്ളൂ, 2 ദിവസം പറയും, പിന്നീട് അതങ്ങ് മാറും, എല്ലാം ഇനി ഒന്നേന്ന് നോക്കണ്ടേന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ അങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം ചന്ദ്രയ്ക്കും നിർമ്മലയ്ക്കും സന്തോഷമാകുന്നുണ്ട്. എന്തായാലും മോൾ ഒരുപാട് സങ്കടപ്പെട്ടെങ്കിലും അവസാനം മോളുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ നടക്കുകയാണല്ലോ എന്നിങ്ങനെ നിർമ്മലയും ചന്ദ്രയോട് പറയുമ്പോൾ ചന്ദ്ര ഇങ്ങനെ ആകെ സന്തോഷത്തേക്കാണ്. അകത്ത് നിന്ന് മഹേന്ദ്രൻ വിളിക്കുമ്പോൾ നിർമ്മല അങ്ങോട്ടത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ അതിന് ശേഷമാണെങ്കിൽ പ്രകാശ് അങ്ങ് വീട്ടിൽ എത്തിക്കാണുമെന്നും പറഞ്ഞിട്ട് ചന്ദ്രയാണെങ്കിൽ പ്രകാശിനെ ഫോൺ ചെയ്യുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അന്നേരമാണെങ്കിൽ ഒരു നെഗറ്റീവ് ഫിലിം എന്ന പോലെ ആ പ്രകാശിനെ ഒരു കെട്ടിയിട്ടിരിക്കുന്ന സീനാണെന്ന് തോന്നുന്നു, അത് കാണിക്കുന്നുണ്ട്, കറക്റ്റ് ക്ലിയർ ആയിട്ട് അത് കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ മിക്കവാറും ഇത് മഹേന്ദ്രൻ്റെ ബുദ്ധി തന്നെ ആയിരിക്കണം, അല്ല ആസറിൻ്റെ കൂടെയാണ് അവിടെ പ്രകാശിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ദുരുദ്ദേശം ഇവിടെ മഹേന്ദ്രന് കാണും, അല്ലാതെ ഇത്ര പെട്ടെന്ന് എന്തായാലും മഹേന്ദ്രൻ മാറുമെന്ന് തോന്നുന്നില്ല, അത് വഴിയേ അറിയാം.
ഈ സമയം അവിടെ ചന്ദ്രയോട് യോഹന്നാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അന്നേരം നിന്നെ ഇങ്ങനെയൊക്കെയായി ശിവനോട് പ്രതികാരം ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ശിവനെ ആളാകെ മാറിപ്പോയി എന്നിങ്ങനെ ഡെയ്സി പറയുന്നുണ്ട്. അന്നേരം അവൻ മാറിയതുപോലെ നീയും മാറണം, എന്നാലേ അവനൊരു പാഠം പഠിക്കുകയുള്ളൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ എൽസമ്മയും അടുത്ത് നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ആൻ്റണിയും ഡേവിസും കൂടി കളക്ടറെ കാണാൻ പോയിട്ട് മന്ത്രിയൊക്കെയുള്ള ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് തിരികെ എത്തുന്നുണ്ട്. അന്നേരം പോയ കാര്യം എന്തായിടാന്നിങ്ങനെ യോഹന്നാൻ ചോദിക്കുകയാണ്. അന്നേരം ഇവരുടെ പേര് വെച്ച് എന്ത് തുടങ്ങാൻ പോയാലും അത് ആദ്യമേ അങ്ങോട്ട് മുടങ്ങേണ്ട രീതി തന്നെയാണ്, നല്ല എരണമല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഡെയ്സിക്ക് അതങ്ങോട്ട് സങ്കടമാവുന്നുണ്ട്. അന്നേരം അമ്മച്ചിയുടെ പേരിടാമെന്ന് ഞാൻ പറഞ്ഞതാണ് കെട്ടാൻ പോകുന്ന ഹോസ്പിറ്റലിന്, പക്ഷേ അപ്പനല്ലായിരുന്നു നിർബന്ധം, എന്തായാലും ഇത് തുടക്കത്തിലേ അങ്ങോട്ട് പൂട്ടിക്കെട്ടേണ്ട രീതിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഡെയ്സി സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്, എന്തിനാപ്പാ ഇനി എന്നെ ഇങ്ങനെ പഴി കേൾക്കുന്നത്? ജനിച്ച നാൾ മുതൽ നഷ്ടങ്ങൾ മാത്രമല്ലേ എനിക്കുണ്ടായിട്ടുള്ളൂ, എന്നെ ഒന്ന് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുക, വീടിൻ്റെ മൂലയിൽ എവിടെയെങ്കിലും ഞാൻ ഒതുങ്ങിക്കൂടിക്കോളാം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഡെയ്സിയും അകത്ത റൂമിലേക്ക് പോവുകയാണ്. അന്നേരവും ഡെയ്സി അകത്ത് ചെന്നിട്ടും ഈ ആൻ്റണി പറഞ്ഞതാണ് ഓർമ്മയിലിരിക്കുന്നത്. ഇവരുടെ പേര് കൊണ്ട് തുടങ്ങിയാലും പിന്നെ നല്ല ഇതാണ്, എരണം കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഓർമ്മിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അന്നേരം യോഹന്നാൻ ചോദിക്കുന്നുണ്ട്, എന്തിനാടാ ശവത്തിൽ കുത്താൻ പോകുന്നത്? അന്നേരം ശിവൻ്റെ കൂടെ നടന്ന് കുറേ നാൾ നെകളിച്ചതല്ലേ, അപ്പോൾ അവനിൽ നിന്ന് മാറാനും അവനോട് ഇത്തിരി ശത്രുത കൂടാനും ഇതുപോലെ കുറച്ചൊക്കെ നല്ലതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കൂട്ടി പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം മന്ത്രി എന്ത് പറഞ്ഞു ചോദിക്കുമ്പോൾ ഡേവിസ് പറയുന്നുണ്ട്, മന്ത്രി പറഞ്ഞതൊക്കെ മന്ത്രി എല്ലാം ഓക്കെയാണ്, നമ്മുടെ ബിസിനസ് പണം മുടക്കാനിരിക്കുന്നവരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ കളക്ടർ ശാലിനി അവൾ തടയിട്ടുകൊണ്ടിരിക്കുകയാണ്, ഇത് അവൾ സമ്മതിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരമാണെങ്കിൽ അവളെ പൂട്ടിയേ ഒറ്റു എന്ന് പറയുമ്പോൾ അവളെ പൂട്ടണമെങ്കിൽ മണിച്ചിത്ര താഴിട്ട് തന്നെ പൂട്ടണം, അംഗരക്ഷകരും സേവനായകരും ഒക്കെ അങ്ങോട്ട് അവർക്ക് കൂട്ടായിട്ട് നിൽക്കുകയല്ലേ, അപ്പോൾ അവളെ ഇനി പൂട്ടാനായിട്ട് ഒരു സ്ത്രീ തന്നെയാണ് വരേണ്ടത്, വരുന്നവൾ ഒരു മുൻ വൈരാഗ്യം കൂടി ഉള്ളവളാണെങ്കിൽ അവൾക്ക് പിന്നെ അവളെ തളയ്ക്കാനായിട്ട് എളുപ്പമായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അങ്ങനെയുള്ള അത്രയ്ക്ക് ഇതുള്ള ഒരു ശത്രു പിന്നെ കളക്ടർക്ക് ഉണ്ടോ എന്ന് ചോദിക്കുക, അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടോ എന്ന് ചോദിക്കുക. അന്നേരം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവൾ രംഗത്തില്ല, അവളെ നമ്മൾ ശാലിനിക്ക് കളക്ടർ ശാലിനിക്ക് എതിരായിട്ട് ഇറക്കുക തന്നെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുകയാണ്. അന്നേരം ഒളിയമ്പാണ് ഇറക്കേണ്ടത്, അപ്പോൾ അടി തെറ്റിയാൽ വീഴുക തന്നെ ചെയ്യും, അപ്പോൾ പിന്നെ കാലിന് കയറുമായിട്ട് വരാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ എവിടെ കാണുമെന്ന് ചോദിക്കുമ്പോൾ സ്വാമി പൂർണ്ണാനന്ദ സ്വരൂപന്ത തിരുവടികളുടെ ആ ഒരു ആശ്രമത്തിലുണ്ട്, ശാന്തി സമാധാനമുള്ളിടത്ത് അശാന്തിയുടെ വിഷവിത്തായിട്ട് അവളുണ്ട്, നിങ്ങൾ പോയി അവളെ കാണണം, കാര്യം പറയണം, നന്മയോ തിന്മയോ ലക്ഷ്യമേതുമായിക്കൊള്ളട്ടെ കാര്യം പറയുക, പക്ഷേ എതിർസ്ഥാനത്തെ കളക്ടർ ശാലിനിയാണെന്നറിഞ്ഞാൽ അവൾ ഇവിടെ പാഞ്ഞെത്തും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആ ഒരു ആശ്രമവും സുസ്മിതയും ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. തുടർന്ന് ആ ഒരു ആശ്രമം തന്നെയാണ് കാണിക്കുന്നത്. അവിടെ ആ ഒരു പൂർണ്ണസ്വരൂപാനന്ദ സ്വാമിയാണെങ്കിൽ ഇരുന്ന് ഭജന പാടുന്നുണ്ട്, കൂടെ എല്ലാവരും ഏറ്റവും പാടുന്നുണ്ട്. ഒരു MLA യോ മന്ത്രിയോ ആരോ ഇങ്ങനെ ഫ്രണ്ടിലിരിപ്പുണ്ട്, സുസ്മിതയുണ്ട്, വേറെ കുറേ ഈ സന്യാസിമാരും സന്യാസിനികളും ആ കാഷായ വസ്ത്രം ധരിച്ച ഒരുപാട് പേരിങ്ങനെ ഇരുന്ന് അതൊക്കെ ഏറ്റുപാടുകയാണ് ചെയ്യുന്നത്. അന്നേരമാണെങ്കിൽ തൊട്ടടുത്ത് ആ വെളിയിൽ നിന്ന് ജനലിൽ കൂടിയാണെങ്കിൽ പിന്നെ സുസ്മിതയുടെ ഭർത്താവുണ്ടല്ലോ ജഗദീപ് ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട്. അന്നേരം ദൈവമേ ഇത് അവൾ തന്നെയാണല്ലോ, അപ്പോൾ കേട്ടത് ശരിയാണല്ലോ, ഇപ്പോൾ ഇവിടെ എന്താ ഇവരുടെ ഉദ്ദേശം? ഈ വേഷം കാഷായമാണ്, പക്ഷേ ഉള്ളിൽ വിഷമാണല്ലോ, എന്തായിരിക്കും ഉദ്ദേശം എന്നിങ്ങനെ ഈ സ്വാമിയെ ഇനി ഉടലോടെ നശിപ്പിക്കാനാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. തുടർന്ന് അവിടെ ആ ഒരു ഭജനയും പാട്ടുമൊക്കെ കഴിയുന്നുണ്ട്. എന്നിട്ട് സ്വാമി കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ശാന്തിയുടെയും സമാധാനത്തിൻ്റെ കുറേ ഡയലോഗൊക്കെ ഇങ്ങോട്ട് പറയുന്നുണ്ട്. ആ MLA മന്ത്രി ഒരാളെങ്ങനെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് സുസ്മിതയ്ക്കാണെങ്കിൽ ഒരു ഫോൺ കോൾ വരികയാണ്. എന്നിട്ട് സുസ്മിത ആ ഫോണും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജഗദീപ് പിന്നാലെ വരുന്നുണ്ട്. സുസ്മിത ഇങ്ങനെ ആരോട് സംസാരിക്കുന്നത് എന്താണെന്ന് കാണിക്കുന്നില്ല. സംസാരിച്ചതിന് ശേഷം അങ്ങോട്ട് തിരിയുമ്പോൾ അതിനു മുന്നേ അവിടെ നിന്ന് സ്വാമി കുറേ ഡയലോഗൊക്കെ പറയുമ്പോൾ ജനങ്ങളുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ജഗദീപ് മനസ്സിൽ കരുതുന്നുണ്ട്, എന്ത് പറഞ്ഞിട്ട് ഇവരുടെ പിന്നെ കാതിലങ്ങോട്ട് കയറത്തില്ല സ്വാമി, ഇവരുടെ ഉള്ളിലിരിപ്പ് വിഷം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് സുസ്മിതയുടെ പിന്നാലെ ഇറങ്ങുന്നത്. സുസ്മിത ഫോൺ വിളിച്ച് വെച്ചിട്ട് തിരിയുമ്പോൾ ഹലോ സുസ്മിതേ എന്നും പറഞ്ഞിങ്ങനെ ചെല്ലുകയാണ്. അല്ല എന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല നീയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരമാണെങ്കിൽ അത് ഭാര്യയുള്ളിടത്തല്ലേ ഭർത്താവ് ഉണ്ടാകുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം ആ ബന്ധം ഞാൻ പണ്ടേ ഉപേക്ഷിച്ചതാണെന്ന് ഇങ്ങനെ സുസ്മിത പറയുമ്പോൾ പക്ഷേ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അല്ലാതെ പിന്നെ സ്വാമി സുസ്മിതാനന്ദ തിരുവല്ലികളുടെ ഉദ്ദേശം എന്താണ് എന്നിങ്ങനെ ജഗദീപ് കളിയൊക്കെയാണ് ചോദിക്കുന്നത്. അന്നേരം ഞാനിവിടെ സുസ്മിതയല്ല സുഹാസിനിയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം എന്തായാലും പേര് മാറിയാലും ഉള്ളിലിരിപ്പ് മാറുന്നില്ലല്ലോ, വിഷം അകത്ത് തന്നെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് എന്താണല്ലോ അതൊക്കെ പോട്ടെ, ഉദ്ദേശം എന്താണെന്ന് പറയട്ടെ. ഈ സ്വാമിയാണെങ്കിൽ ഇവിടെ ഒരുപാട് നല്ല
പ്രവർത്തനങ്ങളൊക്കെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നയാളാണ്. ഇനി ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിക്കാനാണോ അതേ ഇനി സ്വാമി ഇനി ഉടലോടെ ഇനി സ്വർഗത്തിലേക്ക് അയക്കാനാണോ എന്താ നിൻ്റെ പരിപാടി, പാവമാണ് സ്വാമി എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഒരു ആപത്ഘട്ടത്തിൽ സഹായമായി എനിക്ക് ഈ ആശ്രമത്തിലുള്ളവരുമാണ് എന്നെ സഹായിച്ചത്, അതുകൊണ്ട് ഇവിടെയുള്ളവരെ ആരെയും ഞാനൊന്നും ചെയ്യില്ല, പക്ഷേ എന്നെ മുറിവേൽപ്പിച്ചവരെയും ഞാൻ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചില്ല, വിളിക്കേണ്ടടുത്ത് എത്തേണ്ടടുത്ത് ഞാൻ എത്തിയിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാലും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ നിൻ്റെ മനസ്സിലുള്ള വിഷം മാറുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ജഗതി പറയുമ്പോഴാണ് പറയുന്നത്, പണ്ട് പിച്ച വെച്ച് നടന്നപ്പോൾ കണ്ട ചോര കണ്ട് ഈ സുസ്മിത പേടിച്ചില്ല, പിന്നെ വെടിക്കെട്ടുകാരൻ്റെ മകളെ ഉടുക്കുകുട്ടി പേടിപ്പിക്കാനൊന്നും വരണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് സുസ്മിത അങ്ങ് മുന്നോട്ട് നടക്കുകയാണ്. അന്നേരം ജഗതി പറയുകയാണ്, ദൈവമേ പഞ്ച് ഡയലോഗ്, ഇനിയിപ്പോൾ എന്തായിരിക്കും ഇവിടെ ഉദ്ദേശം, ഇനി ശാലിനി മാഡത്തിനെതിരെ വീണ്ടും എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് ജഗതി നിൽക്കുന്നുണ്ട്. സുസ്മിത ആകെ സ്വഭാവത്തിനൊരു മാറ്റവും ഇല്ല. ആ ഒരു എൻട്രിക്ക് വേണ്ടിയായിരിക്കണം, സുസ്മിതയുടെ ഒരു റീ എൻട്രിക്ക് വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു സീനൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. തുടർന്ന് രാവിലെ ആണെങ്കിൽ സത്യഭാമയുടെ വീട്ടിൽ പിന്നെ പിള്ളയാണെങ്കിൽ ഉമ്മർത്തുനിന്ന് കണക്കൊക്കെ എഴുതുകയാണ്. അന്നേരം പപ്പിയും സത്യയും കൂടി സ്കൂളിലേക്ക് പോകാൻ റെഡി ബാഗൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അന്നേരം കണക്ക് മാഷി കണക്കെടുത്ത് തുടങ്ങിയെന്നിങ്ങനെ സത്യയെ കളിയാക്കുന്നുണ്ട്. അന്നേരം എന്താ പറഞ്ഞതെന്നിങ്ങനെ പിള്ള ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നിങ്ങനെ പപ്പി പറയുന്നുണ്ട്. അന്നേരം ശിവനെങ്കിൽ എന്തി വന്നില്ലേ എന്നിങ്ങനെ ഇവർ ചോദിക്കുകയാണ്. അന്നേരം അത് പറയാൻ മറന്നുപോയി, ഇന്ന് രാമേട്ടൻ്റെ കൂടെ ഞങ്ങളുടെ അമ്മയാണ് സ്കൂളിൽ കൊണ്ട് പോകുന്നതെന്ന് പറയുമ്പോൾ അതെന്താ ശിവനെങ്കിൽ വരാത്തെ, ശിവനെങ്കിൽ വരട്ടെ, ഇന്നലത്തെ പറഞ്ഞ കഥയുടെ ബാക്കി പറയാനുണ്ട്, അത് കേട്ടിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എന്താ ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് സത്യഭാമ വരുന്നുണ്ട്. അന്നേരം ശിവനങ്ങൾ വന്നില്ല എന്ന് പറയുമ്പോൾ ശിവനും പരമേശ്വരനും ഒന്നുമില്ല, ഇന്ന് അമ്മ സ്കൂളിൽ കൊണ്ടുപോകും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം കുട്ടികളാണെങ്കിൽ ബാഗ് അങ്ങോട്ടത്തേക്ക് വെച്ചിട്ട് ശിവനങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങൾ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് അവിടെ കയറിയിരിക്കുകയാണ്. ശാലിനി വരുന്നുണ്ട്, പൊന്നിയും പിന്നാലെ വരുന്നുണ്ട്. ശാലിനി പറയുകയാണ്, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ശിവനങ്ങളില്ല ഞങ്ങൾ പോയില്ല എന്ന് പറയുകയാണ്. അന്നേരം ശിവനങ്ങളിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു, ഇന്ന് ഞാനാണ് കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ ഇല്ല ഞങ്ങൾ വരില്ല, ഞങ്ങൾ പോയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം വീണ്ടും രാവിലെ എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കില്ല, രണ്ടിന് നല്ല അടി കിട്ടും, ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് ശാലിനി ബാഗ് എടുക്കുന്നുണ്ട്, കുട്ടികളെ ഇങ്ങോട്ട് പിടിക്കുകയാണ്. അന്നേരം ഇല്ല ഞങ്ങൾ വരില്ല എന്നും പറഞ്ഞ് രണ്ടുപേരും ഒരേ വാശിയിലിങ്ങനെ നിൽക്കുമ്പോൾ ശാലിനി ആകപ്പാട് ദേഷ്യം വരുന്നുണ്ട്. സത്യമ്മ അങ്ങോട്ട് ശിവനെങ്കിലും വിളിക്കുക എന്നിങ്ങനെ പപ്പി സത്യം ഒരേ സ്വരത്തിൽ പറയുകയാണ്. അന്നേരം അകത്ത് നിന്ന് രാഘവൻ നായർ ഇറങ്ങി വരുന്നുണ്ട്. ഹാമേ എന്തുവാ ഇവിടെ എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ കുട്ടികളിങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് ശിവനങ്ങൾ വന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അതെന്താ വിഷ്ണു അല്ലേ എന്ന് വരെ സ്കൂളിൽ കൊണ്ടുപോകുന്ന, വിഷ്ണു എവിടെ, വിളിക്ക് ഹാമേ എന്നും പറഞ്ഞ് അകത്തേക്ക് നോക്കി പറയുകയാണ്. അന്നേരം ശാലിനി ആണെങ്കിൽ നോക്കി നിൽക്കാതെ അങ്ങോട്ട് വാ എന്ന് വിളിക്കുമ്പോൾ ഇല്ല ഞങ്ങൾ വരില്ല എന്ന് ഈ കുട്ടികൾ വീണ്ടും പറയുന്നുണ്ട്. ശാലിനി സത്യഭാമയോട് പറയുകയാണ്, സത്യമ്മ എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ, അച്ഛനെയും കുട്ടികളെയും അവൻ എന്തോ പറഞ്ഞ് മയക്കി വെച്ചിരിക്കുകയാണ്, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ ഭാമയ്ക്കൊന്നും മിണ്ടാനും കഴിയുന്നില്ല. അവസാനം ശാലിനി ദേഷ്യത്തിൽ ഇങ്ങോട്ട് വന്നേ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നും പറഞ്ഞ് ആകെ കയർക്കുകയാണ്. അന്നേരം രാമേട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം ആ ബാഗ് ഇങ്ങോട്ട് എടുത്തേന്ന് പറഞ്ഞിട്ട് മക്കൾ ഇന്ന് വന്നേ, നാളെ അങ്കിൾ വരുമെന്ന് പറയുന്നുണ്ട്. അന്നേരം നാളെ ശിവനങ്കിൾ വന്നില്ലെങ്കിൽ ഞങ്ങൾ പോകില്ല എന്ന് പറയുമ്പോൾ അത് നാളെ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രാമേട്ടൻ ഈ രണ്ട് കുട്ടികളെയും കൊണ്ടുപോയി കാറിൽ കയറുന്നുണ്ട്. പിന്നെ അത് ശാലിനിയും കയറുന്നുണ്ട്, വണ്ടി എടുത്ത് പോവുകയാണ്. അവർ പോയതിന് ശേഷമാണെങ്കിൽ രാഘവൻ നായർ വീണ്ടും ഭാമയോട് ചോദിക്കുന്നുണ്ട്, അവനല്ലേ എന്നും കുട്ടികളെ സ്കൂളിൽ കൊണ്ടാകുന്നത്, ഇത്രയ്ക്ക് തിരക്ക് എന്തോ കുട്ടികളെ കൊണ്ടാക്കാതെ, രാവിലെ അവനെ കാണുന്നതാണല്ലോ, ചായ കുടിച്ചോ മരുന്ന് കഴിച്ചോ എന്നൊക്കെ ചോദിക്കും, ഇന്ന് അവനെ കണ്ടതും ഇല്ലല്ലോ, പിള്ളേ അവനെവിടെ പോയി, ഭാമ അവനെവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ രാഘവൻ നായർ ചോദിക്കുകയാണ്. സത്യഭാമ ഒരക്ഷരം മിണ്ടാതെ തന്നെ നിൽക്കുന്നുണ്ട്. പൊന്നി അതുപോലെ നോക്കി നിൽക്കുകയാണ്. അന്നേരം ഫോൺ എടുത്ത് അവനെ അങ്ങോട്ട് വിളിച്ചേ എന്ന് പറയുമ്പോൾ അത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എനിക്കങ്ങോട്ട് പുറത്ത് പോകണം, കുഴമ്പൊക്കെ തീർന്നിരിക്കുകയാണ്, പിന്നെ മുടി ഒന്ന് വെട്ടിക്കണം എന്ന് പറയുമ്പോൾ മുടി വെട്ടിക്കാനായിട്ട് ഞാൻ കൂടെ വന്നാൽ പോരെയെന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ ശരിയാവുമെന്ന് പറഞ്ഞ് രാഘവൻ ആ സ്റ്റിക്കർ തോന്നുകയാണ് പിള്ളയെ തല്ലാനായിട്ട്. അവൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ താൻ ചെയ്യുമോ, അവൻ തന്നെ വരണം, അല്ലാതെ പിന്നെ നമ്മൾ ദേഷ്യപ്പെടുകയാണ്. സത്യഭാമയാണെങ്കിൽ ആ ക്ഷമ കെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഒന്നും പറയാനാകാതെ. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പിന്നെ സുസ്മിതയുടെ ഒരു റീ എൻട്രി ഒക്കെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്, അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും മറന്നു വെച്ച ആ ഒരു രഹസ്യങ്ങളുടെ പുറന്തോടഴിക്കാൻ എന്നൊക്കെ പറഞ്ഞാണ് സുസ്മിത എൻട്രി. പിന്നെ പ്രതികാരം ചെയ്യാനാണോ അതോ മറയ്ക്കപ്പെട്ട രഹസ്യങ്ങൾ മുന്നോട്ട് വരുത്താനാണോ എന്നൊക്കെയാണ് പ്രൊമോ വന്നിരിക്കുന്നത്. അതിലിനി എന്ത് ട്വിസ്റ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് വരുമ്പോഴത്തേക്കും നോക്കാം. ഓക്കെ, താങ്ക് യു.